അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടിയാണ് തന്നത്. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരാൾ നമ്മുടെ കയ്യിൽ സാധനം തന്നിട്ട്, അതല്ലെങ്കിൽ നമ്മൾ കടയിലോട്ട് കയറുമ്പോ CCTV ക്യാമറ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ ഈ ദുനിയാവ് നമ്മുടെ കൈവെള്ളയിൽ തന്നിട്ട് പടച്ചിറപ്പ് നമ്മളെ നിരീക്ഷിക്കുകയാ. ഇന്ന റബ്ബക ലബിർസാദ്. അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാ നമ്മൾ. ഈ ബോധം ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. സൗന്ദര്യം ദുനിയാവിൽ അല്ലാഹു തരുന്നത്. ആ സൗന്ദര്യം വന്നിട്ട് ചെറുപ്പക്കാരെ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. പെങ്ങളെ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. ആ സൗന്ദര്യം കൊണ്ട് നീ ഒരു പുരുഷനെ വഴിപഠിപ്പിക്കുന്നുവോ? ആ സൗന്ദര്യത്തെ നീ മറച്ചു നടക്കുന്നുവോ? ആ സൗന്ദര്യത്തെ നീ അല്ലാഹു പറഞ്ഞവരുടെ മുമ്പിലല്ലാതെ വെളിവാക്കുന്നു. ആ സൗന്ദര്യം കൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനെ വഴിപഠിപ്പിക്കുന്നുവോ? മറ്റൊരു പെണ്ണിനെ വഴിപഠിപ്പിക്കുന്നുവോ? സൗന്ദര്യമെന്ന ദുനിയാവ് തന്നിട്ട് റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. പണം അല്ലാഹു നമുക്ക് ദുനിയാവിൽ തന്നൊരു ആഡംബരമാണ്. അത് തന്നിട്ട് അല്ലാഹു നമ്മളെ നിരീക്ഷിക്കുകയാ. ആ പണം കണ്ടവൻ ഹറാമ് ചെയ്യുന്നുവോ? ആ പണം കണ്ടവൻ ഗാനമേള നടത്തുന്നുവോ? ആ പണം കണ്ടവൻ സിനിമ കാണുന്നുവോ? ആ പണം കണ്ടവൻ ആഡംബരം കാണിക്കുന്നുവോ? അതല്ല പണം അവൻ പാവപ്പെട്ടവർക്കും അഗതികൾക്കും അനാഥകൾക്കും നിരാശ്രയർക്കും നിദ്രാവിഹീനർക്കും അവൻ സദഖ ചെയ്യുന്നുവോ? അവൻ നാട്ടിലെ പിള്ളക്ക് സദഖ ചെയ്യുന്നുവോ? അത് കൊടുത്തത് ഞാനല്ലോ. അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടിയാണ് പണം നമ്മുടെ കയ്യിൽ തന്നതെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് വഹൻ എന്ന രോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണം ദുനിയാവിനോടുള്ള അതിരട്ട ഭ്രമമാ. അതുമായി ബന്ധപ്പെട്ട ഒറ്റ ഹദീസ് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളത്. സമയം പരിമിതമാണല്ലോ സഹോദരങ്ങളോ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അതുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോ രണ്ട് കാര്യത്തെ ശ്രദ്ധിക്കണേ. ദുനിയാവിൽ ജീവിക്കുമ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തേതാ ഇത്തക്കും ദുനിയാവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകൊള്ളുക. ദുനിയാവ് ഏറ്റവും പ്രശ്നമാണ്. ഈ ദുനിയാ അകല്ലു മിനൽ ഖലീലി വാശിഖുഹാ അകല്ലു മിനൽ ഖലീലി. ഈ ദുനിയാവ് ചലന്തിയുടെ വല പോലെയാ. ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന എത്രയോ കോടീശ്വരന്മാരെ എനിക്ക് നേരിട്ടറിയാ. 10,000 രൂപ എടുക്കാനില്ല സഹോദരാ. റബ്ബ് തരുന്നതാണ് ദുനിയാവ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. ഈ ചള്ളടക്ക് തീയതി പെട്ടെന്നൊന്ന് മാറ്റിവിട്ടും ഈ വിനീതന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോ വല്ലപ്പോഴും വന്നിട്ട് നിങ്ങളെ വിമർശിക്കുകയാണെന്ന് കരുതരുത്. എന്നാലും നിങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് കരുതരുത്. ധാരാളം സയ്യിദന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ധാരാളം സയ്യിദന്മാരും ധാരാളം ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനായ സയ്യിദവറുകളുണ്ട്. സംയുക്തനായ കാലി അബ്ദുൽ മജീദ് ബാക്കവിയെ പോലെ പാണ്ഡിത്യത്തിന്റെ കരിമ അവകാശപ്പെടാൻ കഴിയുന്ന പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. അവരോടൊന്നും ഞാൻ പാണ്ഡിത്യം പറയുകയല്ല. അവരോടൊന്നും ഞാൻ ഒരു വിമർശനത്തിന്റെ പാണ്ഡിത്യത്തിന്റെ കരിമ പറയല്ല. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല. ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല. ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല. പ്രണയം പറയാ ഞാനൊരാശിക്കല്ല. വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാനാരാവ ചുതിലി ബി അഫ്വിക ഹാനൽ ഫഖീർ. അറിവിന്റെ ബാലാരിപ്പതകളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു തന്നെ നാവ് കൊണ്ട് അവസാനം വരെ പടച്ചറപ്പിന്റെ ദീൻ പറയാൻ അവരുടെ നിയോഗം പറയുമ്പോ അത് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട വഴിയിൽ ചെലവഴിക്കാൻ ആഗ്രഹിച്ചു നാടാന്തരത്തിലൂടെ നടന്നൊരു പാവപ്പെട്ട നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. കബീർ ബാക്കവിയുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവാ, പക്ഷേ ഹൃദയത്തിന് എപ്പോഴും സ്നേഹമേ ഉള്ളൂ. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമയത്തും പ്രത്യേകിച്ച് കാസർഗോഡ് ജീവനതുല്യം സ്നേഹിക്കുന്ന ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി വീട്ടിൽ വന്നു ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ അടുത്ത വർഷമെങ്കിലും തരണേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തിരിച്ചു പോകുന്നവർ
കഴിഞ്ഞ ആഴ്ച ഞാൻ കോളേജിൽ രാവിലെ ചെല്ലുമ്പോ കണ്ണൂർ വയൽ കഴിഞ്ഞ് കോളേജിലെത്തുമ്പോ സുബഹിയുടെ ബാങ്ക് വിളിച്ചു നോക്കുമ്പോ കോളേജിന്റെ വരാന്തയിൽ ഒരു ചെറിയ പായ വിളിച്ചിട്ട് 3-4 പേര് കോളേജിന്റെ വരാന്തയിൽ കിടക്കുന്നു. അത്ഭുതത്തോടെ നോക്കുമ്പോ മംഗലാപുരത്തുനിന്ന് ഡേറ്റിന് വന്നതാണ്. വരുമ്പോൾ ട്രെയിനിൽ പായി ചൂട്ടിവെച്ചിട്ടുണ്ട്. കോളേജിൽ തുറക്കാത്ത സഹോദരങ്ങൾ ആ കോളേജിന്റെ മുറ്റത്തിങ്ങനെ വരാന്തയിൽ പായിട്ടിട്ട് കിടന്നിറങ്ങാ. എങ്ങനെയാണ് അവർ എഴുന്നേറ്റിട്ടൊരു ഡേറ്റ് തീർക്കുമ്പോ ഇല്ലാന്ന് പറയുന്നതറിയാ? സ്നേഹത്തിന്റെ സമ്മൽ മുഹൂർത്തങ്ങളാ, സ്നേഹത്തിന്റെ സ്വരൂപമായ കാസർഗോഡുകാരാ. ദുനിയാവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റായത്ത് നീ എപ്പോഴും മനസ്സിലേർക്കണേ. കുലില്ലാഹുമ്മ മാലികൽ മുൽകി തു'തിൽ മുൽക മൻ തശാഉ വ തൻസിഉ മുൽക മിമ്മൻ തശാഉ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. നബിയെ താങ്കളെ പറഞ്ഞു കൊടുക്കുക. അല്ലാഹുമ്മ മാലികൽ മുൽക്ക്, രാജാധിരാജനായ റബ്ബേ, ചോദിച്ചാലും മനോസരമില്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, ലക്ഷോപലക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ, ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്ന അനേകായിരങ്ങൾക്ക് അന്നം നൽകുന്ന അന്നദാതാവേ, പടച്ചവനെ, ലക്ഷോപലക്ഷങ്ങളെ പക്ഷമില്ലാതെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന രക്ഷിതാവേ, നിന്റെ കരുണാ കടാക്ഷത്തിന് അക്ഷയക്കരയിൽ നിന്ന് ഈ ഭിക്ഷാന്തയില് നിന്നോട് കൈനീട്ടി ചോദിക്കുമ്പോ ചോദിച്ചവനെല്ലാം നിറച്ചു കൊടുത്ത അല്ലാഹ് നീ പ്രതാപവും അധികാരവും പണവും വാരിക്കോരി കൊടുക്കും. അല്ലാഹുവേ, നീയാണ് ഒരാൾക്ക് പണം കൊടുക്കുന്നവന്. ഏത് സമയത്ത് നീ ആഗ്രഹിക്കുന്നുവോ, നീ തീരുമാനിക്കുന്ന സമയത്ത് കൊടുത്തവന്റെ കയ്യിൽ നിന്ന് കൊടുത്തതുപോലെ തിരിച്ചെടുത്തിട്ട് വേറൊരുത്തിന് കൊടുക്കുന്ന ഖജനാവും നിന്റേതാണല്ലാഹുവേ. ആഗ്രഹിക്കുന്ന സമയത്ത് പുറത്തിറപ്പ് തരും. നാളെ ഒരു ദിവസം അല്ലാഹു അതെങ്ങാനും തിരിച്ചെടുത്ത അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പണ്ട് മുതലേ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പണ്ട് മുതലേ തലപൊക്കി ജീവിച്ചിട്ട് അവസാനം എങ്ങാനും മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വന്നാൽ നമ്മളൊക്കെ അഭിമാനത്തോടെ ജീവിച്ചിട്ട് നാളെ നമ്മുടെ മക്കൾ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബി തങ്ങൾ പോലും എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജ്അതി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾ പെട്ടെന്നൊരു ദിവസം തിരിച്ചെടുക്കുന്നതിൽ നിന്ന് ഈ മുഹമ്മദ് നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു ഒരു സമയത്ത് തരുന്നതിന്റെ പേരിൽ അഹങ്കാരം കാണിക്കരുത്, അതിന്റെ പേരിൽ ആഡംബരം കാണിക്കരുത്. പടച്ചറപ്പ് തന്നത് അവൻ ഇഷ്ടപ്പെട്ടതുപോലെ ചെലവഴിക്കണേ. ഒരു സമയത്ത് അവൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതാപവും പ്രശസ്തിയും കൊടുക്കും. അതേപോലെ അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നത് ഊരിയെടുക്കുകയും ചെയ്യും. എത്ര ആളുകളാ പടച്ചവനെ. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തുദില്ലനാ വലാ തഫ്ലഹ്നാ ബൈന റൂസിൽ ഖലായിദ് ലാ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ. പടച്ചവനെ, ദുനിയാവിലോ ആഖിറത്തിലോ മറ്റൊരാളുടെ മുമ്പിൽ ഞങ്ങളെ നിന്ദിലയിലാക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് ഈ ദുനിയാവിനോടുള്ള പ്രേമത്തിന്റെ ഇടയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ദുനിയാവിനെയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലിന് അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യവും അനുഗ്രഹവും നിലനിൽക്കാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ആദ്യം സൂക്ഷിക്കേണ്ട ദുനിയാവിനെ തന്നെയാണ്. ദുനിയാവ് നിഴല് പോലെയാണ്. ദുനിയാവ് നിഴലാ തേടിയാൽ ഓടുന്നതാ. ദുനിയാവ് നീങ്ങിപ്പോകുന്നൊരു നിഴലാണ്. നിഴലിനെ പിടിക്കാൻ അങ്ങോട്ട് പോയാൽ നിഴലൊരിക്കലും പിടുത്തം തരൂല. എന്നാൽ ഇത് പോട്ടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നാലും നിഴൽ നമ്മുടെ കൂടെ വരും. അതാണ് ദുനിയാവ്. ഇതിനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇത് കൈ കിട്ടൂല. എന്നാൽ ഇത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടാലോ നേരെ നമ്മുടെ കൂടെ വരും. മഹാനായ ഷെയ്ഖിന്റെ അടുക്കൽ ശിഷ്യം വന്നു. ഒരു ഹദിയ കൊണ്ടുപോയി കൊടുത്തു. ഷെയ്ഖ് വാങ്ങിച്ചില്ല. ഷെയ്ഖ് ആട്ടി ഓടിച്ചു. ഒരു ഹദിയ പൈസ കൊണ്ട് കൊടുത്ത് ആട്ടി ഓടിച്ചു. ഷെയ്ഖ് എനിക്ക് വേണ്ട, ദുനിയാവ് വേണ്ട. അവർ ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന ആട്ടി ഓടിച്ചു. ശിഷ്യന് മനസ്സ് വരാതെ ഇറങ്ങിപ്പോയപ്പോ ഷെയ്ഖ് തറസോട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോയപ്പോ ഷെയ്ഖിന്റെ ഷൂ അവിടെ അടുപ്പുണ്ട്. അപ്പൊ ഷൂവിന്റെ അകത്ത് ഈ പൈസ വെച്ചിട്ട് ശിഷ്യൻ പോയി. മഹാനായ ഷെയ്ഖ് ദറസൊക്കെ തീർന്നു. ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി വന്ന് നോക്കി. ചെരുപ്പ് കാലിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയപ്പോ ഷൂവിന്റെ അടുക്കൽ പൈസ ഇരിക്കും. അദ്ദേഹം എന്ത് ചെയ്തല്ലോ, ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് കണ്ടോ, ഇതാണ് ദുനിയാവ്. വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അതിനെ ആട്ടി പിടിച്ചപ്പോൾ അതിന്റെ കാലിന്റെ അടിയിൽ നടക്കുന്നത്. ഇതാണ് ഷെയ്ഖന്മാർ പഠിപ്പിക്കുന്ന പാഠം. നല്ല ഷെയ്ഖന്മാര് കിട്ടണം നല്ലതായിരിക്കണം. മോശമാണെങ്കിൽ ചിലപ്പോൾ ദുനിയാവിൽ ആഖിറ ഉണ്ടാവില്ല. മലപ്പുറം ജില്ലയിൽ ഒരു ഷെയ്ഖുണ്ട്. മുപ്പിലാണ് നിസ്കാരം ഇല്ലത്ര. പുള്ളി ബയ്യത്ത് ചെയ്യുന്നവർക്ക് നിസ്കാരമില്ല. ഏതൊക്കെ ഹലാക്കിന്റെ ഷെയ്ഖന്മാരും തരീക്കത്തുകളും ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നല്ല ബുദ്ധിയോടുകൂടി നമ്മുടെ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അറിയാതൊക്കെ പെട്ടുപോയാലും ആളുകളോട് അലിമ്യങ്ങളോട് വന്ന് ചോദിക്കണം, ഉസ്താദ് ഈ തരീക്കത്ത് ഏതാണ്? ഇന്ന് ലോകത്ത് മുഴുവനും കുമിഞ്ഞു പൊന്തുകയാണ്. അതിനകത്ത് ബയ്യത്ത് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇത് സമസ്ത അംഗീകരിച്ചതാണോ? അഖിലുസുന്നത്ത് അംഗീകരിച്ചതാണോ? മലപ്പുറം ജില്ലയിൽ ഒരു തരീക്കത്തുണ്ട്. ഭയങ്കര തിരക്കാണ്. ചെറുപ്പക്കാരാണ് കൂടുതൽ. നിസ്കാരം ഇല്ലത്ര. ഷെയ്ഖിന്റെ വാദം നിസ്കരിക്കണ്ട, നിസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ എന്നെ ഓർക്കണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ബാങ്ക് വിളിക്കണ സമയത്ത് മെല്ലെ നിന്നിട്ട് അള്ളാനെ ഓർത്താൽ മതി ഒരു 5 മിനിറ്റ്. അപ്പൊ വണ്ടി പോവാണ്, പള്ളിയിൽ ബാങ്ക് വിളിച്ചു. അപ്പൊ ഒന്ന് ഓർത്താൽ മതി, അള്ളാഹ് പടച്ചനെ ബാങ്ക് വിളിച്ചു, തീർന്നു. ഉള്ള ഫ്രീക്കന്മാര് പിള്ളേരെല്ലാം മൂപ്പിലാന്റെ ഷെയ്ഖില് തരീക്കത്തിൽ. അവർക്ക് അതിനേക്കാളും വലിയ വേറെ പെണ്ണിനെ കെട്ടിപ്പിടിക്കണ തരീക്കത്ത്, മുത്തം കൊടുക്കണ തരീക്കത്ത് വേറൊന്ന്, കൈ മുത്ര തരീക്കത്ത് വേറൊന്ന്. ഇങ്ങനെ ഹലാക്കുകൾ മുഴുവൻ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് ഒന്നിൽ പോകുമ്പോ നിങ്ങൾ ആലിമീങ്ങൾ, നിങ്ങളുടെ നാട്ടിലുണ്ടാകും ആലിമീങ്ങൾ, അവരുമായി ബന്ധപ്പെടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.